السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. اللهم صل على سيدنا محمد وعلى آل سيدنا مولانا മുഹമ്മദ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നിയ്യത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. അതാ സക്കാത്തിന് 2 ഷർത്തുണ്ട്. ഒന്ന് നിയ്യത്ത്, 2 അതിൻ്റെ അവകാശികൾക്ക് കൊടുക്കുക എന്നുള്ളത്. ആ നിയ്യത്തുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് നമുക്ക് ഇനി പറഞ്ഞ് ഫുള്ളാക്കാനുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞു നിയ്യത്ത് ഷർത്താണെന്ന് പറഞ്ഞു. പക്ഷേ നിയ്യത്ത് ഷർത്താണെന്ന് പറയുമ്പോഴും ആ നിയ്യത്ത് മുഖാരണത്താവൽ ഷർത്തില്ല. സക്കാത്ത് നൽകലുമായിട്ട് നിയ്യത്ത് മുഖാരനാവണം എന്ന ഷർത്ത് ഇല്ല. നേരെ മറിച്ച് അത് നമ്മൾ സക്കാത്ത് നിർബന്ധമായ ഖദറിനെ നമ്മുടെ സമ്പത്തിൽ നിന്ന് നമ്മൾ വേർപിരിക്കുന്ന സമയത്ത് നിയ്യത്ത് വെച്ചാൽ മതി. അതല്ലെങ്കിൽ നമ്മളത് കൊടുക്കാൻ വേണ്ടി മറ്റൊരു വക്കീലിനെ ഏൽപ്പിക്കുന്ന സമയത്ത് നിയ്യത്ത് വെച്ചാലും മതി. എത്രയേ ഉള്ളൂ. അത് നമ്മൾ മറ്റൊരാൾക്ക് കൊടുക്കുന്നതിന് മുമ്പ്, സക്കാത്തായിട്ട് അതിൻ്റെ അവകാശികൾക്ക് നൽകുന്നതിന് മുമ്പ് നിയ്യത്ത് വെക്കണം എന്നേ ഉള്ളൂ. അതാണ് നമുക്ക് ഇന്ന് പറയാനുള്ളത്. ലാ മുക്കാർനതുഹ, നിയ്യത്ത് മുക്കാരനാവൽ ഷർത്തില്ല. ദഫ്ഇനോട് നൽകലിനോട് മുക്കാരനാവൽ ഷർത്തില്ല. ബൽ നേരെ മറിച്ച് എന്ത് മതി? തക്ഫീർ, നിയ്യത്ത് മതിയാകും. ഇന്ത് അസ്ലിൻ, സക്കാത്തിൻ്റെ ഖദർ നമ്മൾ വേർപിരിക്കുന്ന സമയത്ത് അസ്ലിനെ വേർതിരിച്ചു വെക്കുക. ഔ എഴുത്ത ഈ വക്കീലിൻ, അതല്ലെങ്കിൽ നമ്മൾ സക്കാത്ത് കൊടുക്കാൻ വേണ്ടി നമ്മളൊരു വക്കീലിനെ ഏൽപ്പിക്കുന്ന സമയത്ത് നിയ്യത്ത് വെച്ചാൽ മതി. ഔ അല്ലെങ്കിൽ ബാദ അഹദിഹിമ, രണ്ടാൽ ഒന്നിന് ശേഷം വക്കീലിനെ ഏൽപ്പിക്കുന്ന സമയത്തോ അതല്ലെങ്കിൽ അസ്ലിൻ്റെ സമയത്തോ. പക്ഷേ വക്കബില തഫ്രീഖത്ത്, എന്താവണം? തഫ്രീഖത്തിന് മുമ്പാവണം. സക്കാത്ത് നമ്മൾ അവകാശിക്ക് കൊടുക്കുന്നതിന് മുമ്പാവണം എന്നർത്ഥം. അപ്പോൾ കിതാബിലേക്ക് നോക്കാം. ലാ മുക്കാറനത്തുഹ ഐ അന്നിയ്യത്തി ലിദ്ദഫ്ഇ, നിയ്യത്ത് ദഫ്ഉമായിട്ട് മുക്കാരനാവണം എന്ന് ഷർത്തില്ല. ഫലാ യുഷ്തറത്തു ദാലിക ബൽ തക്ഫി അന്നിയ്യത്തു, നിയ്യത്ത് മതിയാകും. കബലൽ അദായി, കൊടുക്കുന്നതിന് മുമ്പ്. ഇൻ ഉജിദത്ത്, ആ നിയ്യത്ത് ഉണ്ടെങ്കിൽ, എപ്പോഴുണ്ടെങ്കിൽ. ഇന്ത അസ്ലി ഖദരി സക്കാത്ത് അനിൽ മാലി, സമ്പത്തിന് തൊട്ട് സക്കാത്തിൻ്റെ ഖദർ വേർപിരിക്കുന്ന സമയത്ത് തന്നെ നിയ്യത്തുണ്ടായിരുന്നുവെങ്കിൽ ആ നിയ്യത്ത് തന്നെ മതിയാകും. ഔ അല്ലെങ്കിൽ ഇന്ത എഴുത്തായി വക്കീലിന്, വക്കീലിനെ കൊടുക്കുന്ന സമയത്ത് നിയ്യത്തുണ്ടായിരുന്നെങ്കിൽ അത് മതി. ഔ ഇമാമിനെങ്കിൽ, ഇമാമിന് നമ്മൾ ഇസ്ലാമിക ഭരണകൂടമാണെങ്കിൽ ഇമാമിൻ്റെ കീഴിൽ സക്കാത്ത് ഏൽപ്പിക്കുന്ന സമയത്ത് നിയ്യത്തുണ്ടായിരുന്നെങ്കിൽ അത് മതി. വൽ അഫ്ളലുഹുമ, വക്കീലിനും ഇമാമിനും ഏറ്റവും അഫ്ളൽ അൻ യൻവിയ അയലിന്, അവരും കരുതലാകുന്നു. ഇന്ത തഫ്രീഖത്തിൻ്റെ സമയത്ത് ഇമാമിനെ നമ്മൾ ഏൽപ്പിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം നിയ്യത്ത് വെക്കുക. എന്നിട്ട് ഇമാമ് അത് അവകാശിക്ക് കൊടുക്കുന്ന സമയത്ത്, അതല്ലെങ്കിൽ വക്കീൽ അത് അവകാശിക്ക് കൊടുക്കുന്ന സമയത്ത് അവരും നിയ്യത്ത് വെക്കൽ എന്താകുന്നു? അഫ്ളലാകുന്നു. ഔ അല്ലെങ്കിൽ ഉജിദത്ത്, ആ നിയ്യത്ത് ഉണ്ടായിരിക്കുന്നു. ബാദ അഹദിഹിമായി ബാദ അസ്ലി ഖദ്രി സക്കാത്തി, സക്കാത്തിൻ്റെ ഖദർ വേർപിരിക്കുന്നതിന് ശേഷമോ, അവി തൗക്കീൽ, അല്ലെങ്കിൽ തൗക്കീലിന് ശേഷമോ ഉണ്ടായി. എപ്പോൾ? വഖബല തഫ്രീഖത്തി, തഫ്രീഖത്തിന് മുമ്പും. വേർപിരിക്കുന്ന സമയത്ത് നിയ്യത്ത് വെച്ചിട്ടില്ല. വേർപിരിക്കുന്ന സമയത്ത് നേരെ മാറ്റി വെച്ചു, എന്നിട്ട് ആ സക്കാത്ത് കൊടുക്കുന്നതിന് മുമ്പായിട്ട് വെച്ചു, നിയ്യത്ത് വെച്ചു. അതല്ലെങ്കിൽ ആ സക്കാത്ത് വക്കീലിനെ ഏൽപ്പിക്കുന്ന സമയത്ത്, തൗക്കീലിൻ്റെ സമയത്ത് നിയ്യത്ത് വെച്ചിട്ടില്ല. പക്ഷേ എന്ത് ചെയ്തു? ആ വക്കീൽ അവകാശികൾക്ക് സക്കാത്ത് കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഇവൻ നിയ്യത്ത് വെച്ചു. അങ്ങനെയാണെങ്കിലും ശരിയാകും. എന്തുകൊണ്ടാണ് ഇങ്ങനെ മുക്കാരണത്ത് വേണ്ട എന്നുള്ള പറയാനുള്ള കാരണം? ലിയുസരി ഇഖ്തിറാനിഹ, ആ മുക്കാരണത്ത് പ്രയാസമായതിന് വേണ്ടി. ബി അദാഇ കുല്ലി മുസ്തഹക്കിൻ, എല്ലാ അവകാശിക്കും കൊടുക്കുമ്പോൾ ഇങ്ങനെ നിയ്യത്ത് വെക്കാന്ന് പറഞ്ഞാൽ അത് പ്രയാസമാണല്ലോ. അതുകൊണ്ട് ടോട്ടൽ അതിന് മുമ്പ്, ആ തഫ്രീഖത്തിന് മുമ്പ് നിയ്യത്ത് ഉണ്ടായാൽ മതി. ഇതിന് കുറച്ച് ഉദാഹരണങ്ങൾ പറയാം. വലവ് കാലലി ഗൈരിഹി, ഒരു വ്യക്തി മറ്റൊരാളോട് പറഞ്ഞാൽ, തസദ്ദഖ് ബിഹാദ, ഈ പൈസ കൊണ്ട് നീ സ്വതക്ക കൊടുത്തോ എന്ന് പറഞ്ഞു. എന്നിട്ടോ ഈ പറഞ്ഞ വ്യക്തി സുമ്മനവ, പിന്നെ അവൻ കരുതി സക്കാത്തിന്, ഈ പൈസ സക്കാത്തായിട്ട് കരുതി. ഖബല തസദ്ദുഖിഹി, ആ ഗൈറ സ്വതക്ക കൊടുക്കുന്നതിന് മുമ്പ്. ബിദാലിക, ഇവൻ ഏൽപ്പിച്ച പൈസ മറ്റൊരാൾ, ആ വ്യക്തി സ്വതക്ക കൊടുക്കുന്നതിന് മുമ്പ് അവൻ സക്കാത്തായിട്ട് കരുതിയാൽ അജ്സഅഹു അനി സക്കാത്ത്, സക്കാത്തിനെ തൊട്ട് മതിയാക്കും. വലവ് കാലലി ആഖർ, ഒരു വ്യക്തി മറ്റൊരാളോട് പറഞ്ഞാൽ, ഇഖ്ബിൽ ദൈനി മിൻ ഫുലാനിൻ വഹുവ ലക സക്കാത്തുൻ. ഇഖ്ബിൽ ദൈനി, സെയ്ദ് അമറിനോട് പറയാണ്, ഇഖ്ബിൽ ദൈനി മിൻ ഫുലാനിൻ, എനിക്ക് മുഹമ്മദ് കുറച്ച് പൈസ കടം തരാനുണ്ട്, കടം വീട്ടാനുണ്ട്. ആ കടം പോയി നീ വാങ്ങിക്കോ, അത് നിനക്ക് സക്കാത്താണെന്ന് സെയ്ദ് അമറിനോട് പറഞ്ഞു. ഇഖ്ബിൽ, നീ പിടിക്കോ, നീ വാങ്ങിക്കോ. ദീനി, എൻ്റെ കടം. മിൻ ഫുലാനിൻ, മുഹമ്മദ് എനിക്ക് തരാനുള്ള കടം നീ പോയിട്ട് വാങ്ങിക്കോ. വഹുവ, ആ ദൈനി ലക്ക സക്കാത്തുൻ, നിനക്ക് സക്കാത്താണ് എന്ന് പറഞ്ഞാൽ ലൻ യക്ഫി, അത് മതിയാവുകയില്ല, ആ നിയ്യത്ത് മതിയാവുകയില്ല. എന്തുകൊണ്ട്? ഹത്ത, ഏതുവരെ? ഹത്ത യൻവിയ ഹുവ, ഈ ദൈനുള്ള സെയ്ദ് കരുതുന്നത് വരെ. ബഅദ ഖബ്ലിഹി, ഹി ആണ് ദൈന്, ആ ദൈന് വാങ്ങിയതിന് ശേഷം, ആ ദൈന്
അമ്ര പോയി മുഹമ്മദിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയതിന് ശേഷം സെയ്ദ് നീയത്ത് വെക്കണം, എങ്കിൽ മാത്രമേ സക്കാത്തായിട്ട് സംഭവിക്കുകയുള്ളൂ. സുമ്മ കബദ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം? സുമ്മ യഅ്ദനു, പിന്നെ സെയ്ദ് സമ്മതം കൊടുക്കണം ലഹു അമ്രനിക്ക് ഫി അഖദിഹ, ആ മാല് സക്കാത്ത് പിടിക്കാനുള്ള അധികാരം നൽകുകയും വേണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ശരിയാവുകയുള്ളൂ. അപ്പോൾ അഫ്ത ബഅലുഹും, ചില പണ്ഡിതന്മാർ ഫത്വ നൽകിയിട്ടുണ്ട്, അന്ന തൂഖീലൽ മുത്തലക്ക ഫി ഇഖ്റാജിഹ യസ്തൽസിമു തൂഖീല ഫി നിയ്യത്തിഹ. ഇനി നിരുപാധികം നമ്മൾ എന്ത് ചെയ്യാണ്? ഒരാൾക്ക് നീയത്തൊന്നും ഏൽപ്പിക്കാതെ നമ്മൾ എൻ്റെ സക്കാത്ത് നീ കൊടുത്തു എന്ന് പറഞ്ഞ് വേറെ ആളെ ഏൽപ്പിച്ചു. എൻ്റെ സക്കാത്ത് നിർബന്ധമായ മാലിൽ നിന്ന് സക്കാത്ത് എടുത്തിട്ട് നീ കൊടുത്തു എന്ന് പറഞ്ഞ് നിരുപാധികം നമ്മൾ തൗക്കീൽ ഏൽപ്പിച്ചുകയാണെങ്കിൽ അവനക്ക് നിയ്യത്ത് വെക്കാനുള്ള അധികാരവും ഓട്ടോമാറ്റിക്കലി അവനക്ക് ലഭിക്കുമെന്ന് ചില ഫുഖാ ഫത്വ കൊടുത്തിട്ടുണ്ട്. പക്ഷേ അത് മദ്ഹബിൽ പ്രബലമല്ല. നിയ്യത്ത്, ഒരു വക്കീലിന് നിയ്യത്ത് വെക്കാനുള്ള അധികാരമുണ്ടെങ്കിൽ ഈ ഏൽപ്പിക്കുന്ന മുവക്കിൽ എന്ത് ചെയ്യണം? നിയ്യത്തിലും തൗക്കീലാക്കണം. എൻ്റെ നിയ്യത്തും കൂടെ നീ വെച്ചോ എന്ന് പറയണം, എങ്കിൽ മാത്രമേ നിയ്യത്തിൻ്റെ അധികാരം ലഭിക്കുകയുള്ളൂ. അഫ്താ ബഅ്ദുഹും അന്ന തൗക്കീലൽ മുത്തലക്ക, നിരുപാധികമുള്ള തൗക്കീൽ ഏൽപ്പിക്കൽ ഫി ഇഖ്റാജിഹ, സക്കാത്ത് പുറപ്പെടുവിക്കുന്ന വിഷയത്തിൽ എൻ്റെ സക്കാത്ത് നീ കൊടുത്തോ, എൻ്റെ മാലിൽ നിന്ന് എടുത്ത് നീ കൊടുത്തോ, നിന്നെ ഞാൻ ഏൽപ്പിച്ചു എന്നുള്ള തൗക്കീൽ യസ്തൽസിമോ, ലാസിമാക്കുമോ തൗക്കീല ഫി നിയ്യത്തിഹ, ആ സക്കാത്തിൻ്റെ നിയ്യത്ത് വെക്കാനുള്ള അധികാരവും അതിലും അവനക്ക് തൗക്കീലുണ്ടാകും എന്ന് അതിനെ തുടർന്ന് അങ്ങനെ ഏൽപ്പിക്കുകയാണെങ്കിൽ ആ തൗക്കീലിനെ തുടർന്ന് നിയ്യത്തിലും വക്കാലത്തുണ്ടാകും എന്ന് ചില ഫുഖാ ഫത്വ നൽകിയിട്ടുണ്ട്. കാല ശൈഖുന ഇബ്നു റഹിമഹുല്ലാ പറഞ്ഞു, വഫീഹി നളറുൻ, അതിൽ അല്പം ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ട്? ബജൽ മുത്തജഹു എന്ന് മാത്രമല്ല, അവിടെ ന്യായമായ അഭിപ്രായം എന്താകുന്നു? അന്നോ, നിശ്ചയമായിട്ടും കാര്യം, ലാ ബുദ്ധമിൻ നീയത്തിൽ മാലിക്ക്, അങ്ങനെ ഏൽപ്പിച്ചിട്ടാണെങ്കിൽ ആർക്ക്? ആ വക്കീലിന് നീയത്ത് വെക്കാനുള്ള അധികാരം ലഭിക്കുകയില്ല. ലാ ബുദ്ധ, നിർബന്ധമാകുന്നു, മിൻ നീയത്തിൽ മാലിക്ക്, മാലിക്ക് കൊടുക്കുന്ന വ്യക്തി നീയത്ത് വെക്കൽ നിർബന്ധമാകുന്നു. അല്ലെങ്കിൽ ഔ തഫ്വീളിഹ, അല്ലെങ്കിൽ ആ നീയത്തിനെ ഏൽപ്പിക്കൽ നിർബന്ധമാകുന്നു. ലിൽ വക്കീൽ, വക്കീലിനെ ഏൽപ്പിക്കുക. അപ്പോൾ എൻ്റെ സമ്പത്ത് സക്കാത്ത് കൊടുക്കാൻ വേണ്ടി ഞാൻ മുഹമ്മദിനെ വക്കീലാക്കി ഏൽപ്പിക്കുമ്പോൾ അവനോട് ഞാൻ പറയും നീയത്ത് മിജി വെച്ചേ കിട്ടോ എന്ന് പറയുക. അങ്ങനെ പറയണം. അതല്ലെങ്കിൽ മാലിക്കായ ഞാൻ തന്നെ നീയത്ത് വെക്കൽ നിർബന്ധമാണെന്ന് ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. വഖാലൽ മുത്തവല്ലി വഗൈറഹു, ഇമാം മുത്തവല്ലിയും മറ്റു പണ്ഡിതന്മാരും പറഞ്ഞു, യതഅയ്യനു നിയ്യത്തുൽ വക്കീൽ ഇദാ വഖഅൽ ഫർളു ബിമാലിഹി ബിഅൻ ഖാല ലഹു മുവക്കിലുഹു അദ്ദി സകാത്തി മിൻ മാലിക ലിയൻസരിഫ ഫിഅലുഹു അൻഹു വഖൗലുഹു ലഹു ദാലിക മുതളമ്മിനൻ ലിദൈനിഹു ഫി നിയ്യത്തി. നമ്മൾ നേരത്തെ പറഞ്ഞു, നിരുപാധികം തൗക്കീലാക്കിയാൽ അവൻ ആ തൗക്കീലിന് എന്നുണ്ടാവില്ല, വക്കീലിന് നിയത്ത് വെക്കാനുള്ള അധികാരവും ഓട്ടോമാറ്റിക്കലി തൗക്കീലാവുകയില്ല. അത് പ്രത്യേകം പറഞ്ഞ് ആക്കുക തന്നെ വേണം എന്ന് പറഞ്ഞു. ഇനി ഇമാം മുത്തവല്ലി വഗൈറുഹു മറ്റു പണ്ഡിതന്മാരും പറയുകയാണ്, എങ്കിലും അത് നിശ്ചിതരാക്കായി വരുന്ന മസലയാണ്. ഞാൻ ഒരാളോട് പറയാണ്, ഒരാളെ എൻ്റെ സക്കാത്ത് കൊടുക്കാൻ വേണ്ടി ഏൽപ്പിക്കുക. എൻ്റെ സക്കാത്ത് എനിക്കിപ്പോൾ ഒരാട് സക്കാത്ത് കൊടുക്കൽ നിർബന്ധമായെന്ന് സങ്കല്പിക്കുക. അപ്പോൾ ഞാൻ പറയാണ്, എനിക്ക് സക്കാത്ത് നിർബന്ധമാണ്, ആ സക്കാത്ത് എൻ്റെ സമ്പത്ത് ഇജെടുത്ത് കൊടുത്തോ, എനിക്ക് പിന്നെ സമ്പത്ത് തരണ്ട്. അങ്ങനെ പറഞ്ഞേക്കാണെങ്കിൽ അവനക്ക് നീയത്ത് വെക്കാനുള്ള അധികാരവും ഓട്ടോമാറ്റിക്കലി പോകും. കാരണം അവിടെ സക്കാത്ത് കൊടുക്കുന്നത് അവൻ്റെ സമ്പത്തിൽ നിന്നാകുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെ പറഞ്ഞേക്കാണെങ്കിൽ ആ വാക്കിൽ തന്നെ അവനക്ക് അതിനോട് ലാസിമായിട്ട് നീയത്ത് വെക്കാനുള്ള അധികാരവും കൈമാറ്റം ചെയ്യപ്പെടും. യതഅയ്യനു നിയ്യത്തുൽ വക്കീൽ, ഈ വക്കീലിൻ്റെ നീയത്ത് തഅയ്യുനാവും, അവൻ തന്നെ നീയത്ത് വെക്കണം. എങ്ങനെയാണെങ്കിൽ ഇദാ വഖഅൽ ഫർളു, ഈ സകാത്തിൻ്റെ ഫർള് സംഭവിച്ചാൽ ബിമാലിഹി, ആ വക്കീലിൻ്റെ സമ്പത്തിൽ നിന്ന് സംഭവിച്ചാൽ. അതെങ്ങനെയാണ്? ഇതിന് ഉദാഹരണം തസ്ബീറിൻ്റെ ബിഅൻ ഖാല ലഹു മുവക്കിലുഹു, അവനെ ഏൽപ്പിച്ച അവൻ്റെ മുവക്കിൽ അവനോട് പറയുക, അദ്ദി സക്കാത്തി, എൻ്റെ സക്കാത്തിനെ നീ വീട്ടുക, മിൻ മാലിക്ക, നിൻ്റെ സമ്പത്തിൽ നിന്ന് വീട്ടുക എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ നീയത്തിനുള്ള അധികാരവും ഓട്ടോമാറ്റിക്കലി അവനക്ക് കൈമാറ്റം ചെയ്യപ്പെടും. എന്തുകൊണ്ട്? ലി എൻസരിഫ ഫിഅലുഹു, ഇവൻ്റെ ഫിഅല് തിരിഞ്ഞതിന് വേണ്ടി, ഇൻസറാഫ് ആയതിന് വേണ്ടി, അൻഹു, ആ ആരത്തൊട്ട്, ലി എൻസരിഫ ഫിഅലുഹു, ഈ വക്കീലിൻ്റെ ഫിഅല് പ്രവർത്തനം ഇൻസറാഫ് ആയതിന് വേണ്ടി, അനുഹ മുവക്കീലിനെ തൊട്ട്, കാരണം അവിടെ പ്രവർത്തനം മൊത്തം മുവക്കീലിലേക്ക് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞാൽ അദ്യ സക്കാത്തി മിൻ മാലിക്ക എന്ന് പറഞ്ഞാൽ അവനക്ക് നീയത്ത് വെക്കാനുള്ള അധികാരവും ലഭിക്കും. എന്ന് മാത്രമല്ല, കൗലുഹു ലഹു, ഈ വക്കീലിൻ്റെ വാക്ക്, ദാലിക്ക ഏത് വാക്ക്? അദ്യ സക്കാത്തി മിൻ മാലിക്ക എന്നുള്ള ഈ മുവക്കീലിൻ്റെ വാക്ക് മുതളമ്മിനും അത് ഉൾക്കൊള്ളുന്നുണ്ടെങ്കിൽ ഇതിന് ലഹു, ആ വക്കീലിന് സമ്മതമുണ്ട് എന്നതിൻ്റെ മേൽ ഫിന്നീയത്ത്, നീയത്ത് വെക്കാനുള്ള അധികാരവും ഉണ്ട് എന്ന അർത്ഥവും ഈ വാക്ക് ഉൾക്കൊള്ളുന്നുണ്ട്. വക്കാലൽ കഫാലു, ഇമാം കഫാൽ റഹിമഹുല്ലാഹ് പറഞ്ഞു, വലവ് കാലലി ഗൈരിഹി, ഒരു വ്യക്തി മറ്റൊരാളോട് പറഞ്ഞാൽ, അക്രിലിനി ഹംസ, 5 രൂപ നീ എനിക്ക് കടം കൊണ്ടാ, എന്നിട്ടോ അദ്യ അൻ സക്കാത്തി, അങ്ങനല്ല, ഉഅദ്ദിഹ,
എന്നാവും കിതാബിലുണ്ടാവുക. ഉഅദ്ദിഹ ഞാൻ വീട്ടുമെന്നാണ് കിതാബിലുണ്ടാവുക. അങ്ങനെ തന്നെ അക്രലിനി ഹംസ 5 ദിർഹം നിനക്ക് കടം കൊണ്ടാ. ഉഅദ്ദിഹ അൻ സക്കാത്തി, എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാം, അത് സക്കാത്ത് എനിക്ക് ഞാൻ തിരിച്ചു തരാം. 5 റുപ്യക്ക് കടം കൊണ്ടാ, അപ്പോൾ എനിക്ക് സക്കാത്ത് കൊടുക്കൽ നിർബന്ധമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയാണ് ഞാൻ ആ പൈസ സക്കാത്തായിട്ട് എനിക്ക് തിരിച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞാൽ ഫഅല, അങ്ങനെ അവനും ചെയ്യുകയും ചെയ്താൽ സ്വഹ, അത് ശരിയാകുമെന്ന് ഇമാം ഖഫാൽ റഹിമഹുല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. കാല ശൈഖുന ഇബ്നു റഹിമഹുള്ള പറയാണ് വഹുവ, ഇമാം ഖഫാൽ പറഞ്ഞ ഈ അഭിപ്രായം മബ്നിയും അത് എടുക്കപ്പെട്ടതാകുന്നു അലാ റഈഹി, അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അനുസരിച്ച്. ഏത് അഭിപ്രായം? ബി ജവാദ് ഇത്തിഹാദിൽ ഖാബിൽ വൽ മുഖ്ബിൽ, കൊടുക്കുന്നവനും വാങ്ങുന്നവനും ഒരാളാവാൻ പറ്റും എന്ന് ആർക്ക് അഭിപ്രായമുണ്ട്? ഇമാം ഖഫാൽ റഹിമഹുല്ലക്ക് അഭിപ്രായമുണ്ട്. ആ അഭിപ്രായം അനുസരിച്ചാണ് ഇങ്ങനൊരു മസല വന്നത്. പ്രബലമായ അഭിപ്രായം അനുസരിച്ച് കാബിലും മുഖ്ബിലും ഒരാളാവാൻ പറ്റില്ല. കാരണം ഇവിടെ 5 ദിർഹം കടം കൊടുക്കുന്ന ഒരാളും ഒന്നാണ്, ആ സക്കാത്ത് വാങ്ങുന്ന വ്യക്തിയും ഒന്നാണ്. അതുകൊണ്ട് അത് വാങ്ങാൻ അത് ശരിയാവില്ല എന്നാണ് പ്രബലമായ അഭിപ്രായം. പക്ഷേ ഇമാം ഖഫാൽ റഹിമഹുല്ലക്ക് കാബിലും മുഖ്ബിലും ഒന്നാകാമെന്ന അഭിപ്രായമുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ അഭിപ്രായം അനുസരിച്ച് വന്ന മസലയാണ് അദ്ദേഹം അവിടെ പറഞ്ഞതെന്ന് ഇബ്നു റഹിമഹുല്ല വ്യക്തമാക്കുകയും ചെയ്തു. ഇനി ശരീക്കത്തായ മുഷ്തറക്കായ സമ്പത്താണെങ്കിൽ എങ്ങനെയാണ് സക്കാത്ത് കൊടുക്കേണ്ടത്? അത് മറ്റൊരാളുടെ മറ്റൊരു ശരീക്കിൻ്റെ സമ്മതമില്ലാതെ തന്നെ ഇവനക്ക് സക്കാത്ത് ഒരാൾക്ക് സക്കാത്ത് കൊടുക്കാൻ പറ്റും, രണ്ടിൻ്റെയും സക്കാത്ത് ഒരാൾക്ക് കൊടുക്കാൻ പറ്റും. കാരണം അതിൽ പ്രത്യേകം ഹദീസുകളിലൊക്കെ വന്നതിന് വേണ്ടി. കാല ശൈഖുന ഇബ്നു റഹിമഹുല്ലാഹ് പറഞ്ഞു ഉജാദലി കുല്ലി മിന ശരീക്കൈനി, പങ്കാളികൾപ്പെട്ട ഓരോരുത്തർക്കും ജായിസാകുന്നു ഇഖ്റാജ് സക്കാത്തിൽ മാലിൽ മുഷ്തറക്കി, മുഷ്തറക്കായ സമ്പത്തിൻ്റെ സക്കാത്ത് കൊടുക്കൽ പുറപ്പെടുവിക്കൽ ജായിസാകുന്നു. ബി ഗൈരി ഇദ്നി ശരീക്കിൽ ആഖിരി, മറ്റേ പങ്കാളിയുടെ സമ്മതം കൂടാതെ തന്നെ കൊടുക്കാൻ പറ്റും. കമാ ഖാലഹുൽ ജുർജാനിയു വഖറഹു ഗൈറുഹു, എന്തുകൊണ്ട്? ഇദ്നി ശർഇ ഫീഹി, അതിൽ ശർഇൻ്റെ സമ്മതം വന്നതിന് വേണ്ടി. തക്ഫി എന്ന് മാത്രമല്ല, തക്ഫി നിയ്യത്തു ദാഫിഇ മിൻഹുമ, ആ 2 ശരീക്കയിൽ നിന്ന് കൊടുക്കുന്നവൻ മാത്രം നിയ്യത്ത് വെച്ചാൽ മതി. ആ നിയ്യത്തിൽ ആഖിരി, മറ്റേ വ്യക്തിയുടെ നിയ്യത്തിന് തൊട്ട് ഈ കൊടുക്കുന്ന വ്യക്തിയുടെ നിയ്യത്ത് തന്നെ മതിയാകും. കാരണം എന്താകുന്നു? മുഷ്തറക്കായ സമ്പത്താകുന്നു. അപ്പോൾ ശിർക്കത്തിൻ്റെ വിഷയവും കഴിഞ്ഞു. ഇനി സക്കാത്ത് കൊടുക്കാൻ വേണ്ടി നമുക്കൊരു കാഫിറിനെയും ഒരു കുട്ടിയൊക്കെ ഏൽപ്പിക്കാൻ പറ്റുമോ? പറ്റും. എങ്ങനെയാണെങ്കിൽ സക്കാത്ത് കൊടുക്കേണ്ട വ്യക്തി അവകാശി ആരാണോ അവകാശം നമ്മൾ നിർണ്ണയിച്ച് കൊടുക്കുകയാണെങ്കിൽ, ഇജ് മുഹമ്മദിനെ കൊണ്ടുപോയിട്ട് സക്കാത്ത് കൊടുത്തേക്കെന്ന് പറയുകയാണ്. അപ്പോൾ ആ മുഹമ്മദ് അവകാശിയാണ്. ആ മുഹമ്മദിന് നമ്മൾ തഅയീൻ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈ കാഫിർ കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാഫിറിനെയും കുട്ടിയൊക്കെ അത് കൊടുക്കാൻ വേണ്ടി ഏൽപ്പിക്കാൻ പറ്റും. അപ്പോൾ ജാത തോക്കിയൊരു കാഫിറിയും സൊബയ്യിനെയും കാഫിറിനെയും വക്കാലത്താക്കാൻ പറ്റും. ആ സക്കാത്ത് കൊടുക്കാൻ വേണ്ടി മുഅയ്യനായ വ്യക്തി കൊടുക്കാൻ വേണ്ടി എന്താക്കാൻ പറ്റും? കാഫിറിനെയും അതുപോലെ സൊബയ്യിനെയൊക്കെ വക്കാലത്ത് ഏൽപ്പിക്കാൻ പറ്റും. എങ്ങനെയാണെങ്കിൽ അയ്യിനൽ മദുഫു അലൈഹി, ഈ ഏൽപ്പിക്കുന്ന മുവക്കിൽ തഅയീൻ ചെയ്താൽ മദുഫു അലൈഹി, സക്കാത്ത് കൊടുക്കപ്പെടുന്ന അവകാശിയെ തഅയീൻ ചെയ്ത് കൊടുത്താൽ, അതല്ലെങ്കിൽ ഒറിജിനൽ മദുഫു അലൈഹി തഅയീൻ ചെയ്യപ്പെട്ടാൽ ലാ മുത്തലക്ക് നിരുപാധികം പറ്റൂല. ഈ സക്കാത്ത് കൊണ്ടുപോയി കൊടുത്തേക്ക് ആർക്ക് എന്ന് പറഞ്ഞിട്ടില്ല. കാരണം കുട്ടിയാണ്, അവർക്ക് ആർക്കാ കൊടുക്കേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ അവിടെ മദുഫു അലൈഹിനെ മുസ്തഹിക്കിനെ മുഅയ്യനാക്കിയാൽ കുട്ടിയെയും കാഫിറേയും നമുക്ക് ഇത് കൊടുക്കാൻ വേണ്ടി ഏൽപ്പിക്കാൻ പറ്റും. പക്ഷെ എന്ത് പറ്റൂല? വലാ തഫ്വീദു നിയ്യത്തി, നിയ്യത്തിനെ തഫ്വീദാക്കാൻ പറ്റൂല. ഇലൈഹിമാ സബിയിലേക്കും കാഫിറിലേക്കും നിയ്യത്തും വെച്ചേക്കെന്ന് പറയാൻ പറ്റില്ല. എന്തുകൊണ്ട്? ലിഅദമിൽ അഹ്ലിയത്തി, അവർക്കതിന് അധികാരമില്ല എന്ന കാരണം കൊണ്ട്. വജാദ തൗക്കീൽ ഗൈരിഹിമ, സുബിയും കാഫിറുമല്ലാത്ത എല്ലാവരെയും ഏൽപ്പിക്കൽ ജായിസാകുന്നു. ഫിൽ ഇഅ്താഇ വന്നിയ്യത്തി മഅ, അവരെ കൊടുക്കാനും ഏൽപ്പിക്കുക നിയ്യത്ത് വെക്കാനും ഏൽപ്പിക്കുക, ഒരു സംശയവും ഇല്ല. നേരെ മറിച്ച് കുട്ടിയും കാഫിറുമാണെങ്കിൽ മദ്ഫൂ ഇലൈഹി മുസ്തഹിഖ് മുഅയ്യനാണെങ്കിൽ മുഅയ്യനാക്കിയിട്ട് അവരെ ഏൽപ്പിക്കാൻ പറ്റും, നിയ്യത്ത് അവരെ ഏൽപ്പിക്കാൻ പറ്റുകയും ഇല്ല. ഇനി കുട്ടിയുടെ സമ്പത്തിൽ നിന്നാണ് സക്കാത്ത് കൊടുക്കുന്നതെങ്കിൽ വലിയ നിയ്യത്ത് വെക്കൽ നിർബന്ധമാകുന്നു. തജിബ് നിയ്യത്തുൽ വലിയ നീത്ത് വെക്കൽ നിർബന്ധമാകുന്നു. ഫി മാലി സ്വബി വൽ മജ്നൂനി, മജ്നൂനിൻ്റെയും സ്വബിയിൻ്റെയും മാലിൽ. ഫൈൻ സൊറഫൽ വലിയു അസക്കാത്ത ബിലാ നിയ്യത്തിൻ, ഇനി ഒരു വലിയ നിയ്യത്ത് കൂടാതെ ഈ കുട്ടിയുടെ സമ്പത്തിൽ നിന്ന് സക്കാത്ത് കൊടുത്താൽ ലമിനഹ, ഈ ആരുത്തരവാദിയാകും? വലിയ ലമിനായി വലിയ ലോമിനാകും ഹാ ആ സക്കാത്തിനിക്ക്. എന്തുകൊണ്ട്? ലി തഖ്സീരിഹി, ഇവൻ വീഴ്ച വരുത്തതിന് വേണ്ടി. അപ്പോൾ ആ വിഷയം കഴിഞ്ഞു. വലൗ ദഫഅൽ മുസക്കി ലിൽ ഇമാം ബിലാ നിയ്യത്തിൻ വലാ ഇദ്നി മിൻഹു ലഹു ഫിഹാ ലം തുജ്സിഹു നിയ്യതുഹു. ഇനി സക്കാത്ത് കൊടുക്കുന്ന വ്യക്തി ഇമാമിനെ ഏൽപ്പിച്ചു, കൊടുക്കുന്ന ആളെന്തായിട്ടില്ല, നിയ്യത്തും വെച്ചിട്ടില്ല, ഇമാമിനോട് നിയ്യത്ത് വെക്കാനുള്ള സമ്മതം കൊടുത്തിട്ടില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇമാമ് നീ മാത്രം നിയ്യത്ത് വെച്ചാൽ ശരിയാവുകയില്ല.
വലൗ ദഫഅഹ സക്കാത്തിനെ കൊടുത്താൽ അൽ മുസക്കി സക്കാത്ത് കൊടുക്കുന്നവൻ ലിൽ ഇമാമി ഇമാമിൾക്ക് കൊടുത്തു ബിലാ നിയ്യത്തിൻ നിയ്യത്ത് വെക്കാതെ കൊടുത്തു വലാ എദിനിം മിൻഹു ഈ മുസക്കിനുള്ള സമ്മതം വെക്കാതെയും സമ്മതമില്ലാതെയും കൊടുത്തു ലഹു ആ ഇമാമിൾക്ക് സമ്മതം കൊടുത്തില്ല ഫീഹ നിയ്യത്ത് വെക്കാൻ സമ്മതവും കൊടുത്തില്ല അങ്ങനെയാണെങ്കിൽ ലം തുജ്സിഹു നിയ്യത്തുഹു അങ്ങനെയാണെങ്കിൽ ലം തുജ്സിഹു ഈ മുസക്കിക്ക് മതിയാവുകയില്ല നീ മതിയാക്കുകയില്ല നിയ്യത്തുഹു ഇമാമ നിയ്യത്ത് വെച്ചാൽ ആ നിയ്യത്ത് ഇയാളുടെ നിയ്യത്തായിട്ട് പരിഗണിക്കപ്പെടുകയില്ല എങ്കിലും തുജ്സിഹു നിയ്യത്തുൽ ഇമാമി ഇമാമിൻ്റെ നിയ്യത്ത് മതിയാകും ഇന്ദ അഖദിഹ ഇമാമ സക്കാത്തിന് എടുക്കുന്ന സമയത്ത് കഹർ എടുക്കുന്ന സമയത്ത് മുംതനി ആയ വ്യക്തിയിൽ നിന്ന് ഇമാമ് ഫോഴ്സ് ഉപയോഗിച്ച് പിടിച്ചെടുക്കുകയാണെങ്കിൽ അവിടെ ഇമാമിൻ്റെ നിയ്യത്ത് മാത്രം മതി. ഇല്ലം എൻവി സ്വാഹിബുൽ മാലി ആ സ്വാഹിബുൽ മാൽ നിയ്യത്ത് വെച്ചിട്ടില്ലെങ്കിലും ശരി, കാരണം അവിടെ അവൻ ഏതായാലും നിയ്യത്ത് ഉണ്ടാവില്ല, വെക്കൂല, കാരണം അവൻ്റെ നിന്ന് കഹറായിട്ട് എടുക്കുകയാണല്ലോ. തഅജ്ജീലു സക്കാത്തിൻ്റെ മസല, സക്കാത്ത് നേരത്തെ കൊടുക്കാൻ പറ്റുമോ? പ്രശ്നമൊന്നുമില്ല. മുജാസലിൽ മാലിക്കിനക്ക് ഒന്നിൽ വലിയന് കൊടുക്കാൻ പറ്റില്ല, കാരണം അത് മറ്റൊരാളുടെ സമ്പത്താണ്. മാലിക്കിന് ജായിസാകുന്നു തഅജീലുഹ അയ്യ സക്കാത്തി സക്കാത്തിന് തഅജീൽ നേരത്തെ കൊടുക്കാൻ പറ്റും. കബല തമാമി ഹൗലിൻ ഒരു വർഷം പൂർത്തിയാകുന്നതിന് മുമ്പ് കൊടുക്കാൻ പറ്റും. ലാ കബല തമാമി നിസാബ് എത്രയും മുന്നേ കൊടുക്കാൻ പറ്റൂല, കാരണം ചിലപ്പോൾ നിസാബ് എത്തിയിട്ടില്ലെങ്കിലോ ഫി ഗൈരി തിജാറത്തി കച്ചവടത്തിൽ ഒഴികെ കച്ചവടത്തിൽ അത് പറ്റുകയും ചെയ്യും. വലാ തഅജീലു അലി ആമേനി 2 വർഷത്തേക്ക് മുന്തിച്ച് കൊടുക്കാൻ പറ്റൂല, ഇനി ഉണ്ടാകുമ്പോൾ 1 വർഷത്തേക്ക് മാക്സിമം കൊടുക്കാൻ പറ്റുള്ളൂ. വലഹു തഅജീദുൽ ഫിത്രത്തി മിൻ അവ്വൽ റമദാൻ തുടക്കത്തിൽ തന്നെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫിത്ര സക്കാത്ത് കൊടുക്കൽ ജായിസാകുന്നു, നമ്മൾ മുമ്പ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അമ്മാഫി മാലി തിജാറത്തി കച്ചവടത്തിൻ്റെ മാലിലാണെങ്കിലോ ഫൈജ്സിഉ തഅജീലു തഅജീൽ ജായിസാകുന്നു, മതിയാകും, ശരിയാകും. വഇല്ലം യംലിക് നിസാബ് എത്തിയിട്ടില്ലെങ്കിലും ശരി, അപ്പോൾ മാലി തിജാറത്തിൽ മതിയാകും. എൻവി ഇന്ത തഅജീലാകുന്ന സമയത്ത് അവൻ നിയ്യത്ത് വെക്കണം. ഏതുപോലെ ഹാദിഹി സക്കാത്തി അൽ മുഅജ്ജലത്ത് എൻ്റെ മുഅജ്ജലായ സക്കാത്താണെന്ന് നിയ്യത്ത് വെക്കുകയും വേണം. ഹറുമത്ത് തഅഖീറുഹ അയ്യ സക്കാത്തി ബഅദ തമാമിൽ ഹൗലി വത്തമക്കുനി മുമ്പ് പറഞ്ഞ വിഷയമാകുന്നു. ഹൗല് പൂർത്തിയായതിന് ശേഷവും തമക്കുനുണ്ടായതിന് ശേഷവും സക്കാത്തിനെ പിന്തിപ്പിക്കൽ എന്താകുന്നു? ഹറാമാകുന്നു, കുറ്റം കിട്ടും. വല്ലമീന അവൻ ദോമിനാവുകയും ചെയ്യും. ഇൻ തെലിഫ ആ സക്കാത്തിൻ്റെ മാൾ നശിച്ചു പോയാൽ തമക്കുനുണ്ടായതിനു ശേഷം എങ്ങനെ തമക്കുനുണ്ടാവല്? ബിഹദൂറിൽ മാലി വൽ മുസ്തഹിക്കി അവകാശിയും മാലും ഹാലറാകൽ കൊണ്ട് തമക്കുനുണ്ടായതിനു ശേഷം നശിച്ചു പോയിക്കാണെങ്കിൽ അവൻ ദോമിനാവുകയും ചെയ്യും. ഔ അത്ലഫഹു അതല്ലെങ്കിൽ ഇതിനെ മാലിക് അതിനെ നശിപ്പിച്ചു, അതല്ലെങ്കിൽ മറ്റൊരു വ്യക്തി നശിപ്പിച്ചാലും ഹൗദിന് ഹൗദ് തികഞ്ഞതിന് ശേഷം ഒലവ് കബില തമക്കുന് മുമ്പാണെങ്കിലും ശരി, നശിപ്പിച്ചാലും ആ സമ്പത്തിന് ലോമിനാകും, പക്ഷേ ഇസ്മുണ്ടാവുകയും ഇല്ല. കമാമറ ബയാനു അതിൻ്റെ വിശദീകരണം നമ്മൾ മുമ്പ് പറഞ്ഞു പോയിട്ടുണ്ട്. ഇതിൻ്റെ 2ാമത്തെ ഷർത്താണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിന് പറയാം. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.